ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയാലോ? ഓക്കെ, ഇതാ ഇങ്ങനത്തെ ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇന്ന്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു A4 മുറിച്ചിട്ട് ഇങ്ങനെ 2 പീസാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഇതാ നമ്മളങ്ങനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പീസ് മാറ്റി വെച്ചിട്ട് ഒരു പീസായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാ ഞാനിങ്ങനെ ആദ്യം ഒരു മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ടും അങ്ങനെ 2 പ്രാവശ്യം മടക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതാ ഇനി നമുക്കിത് നിർത്തി നോക്കാം കേട്ടോ. ഓക്കെ, നമുക്കിതാ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയാളം കൊടുത്ത ഭാഗമൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, ഇതാ ഞാൻ അങ്ങനെ അടയാളം കൊടുത്ത ഭാഗമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് മടക്കി ഇങ്ങനെ കൊടുക്കുന്ന ഒന്നും പാടെ ബെറ്റർ ആവും കേട്ടോ. കാരണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടണം, ഇങ്ങനെയാണ് നല്ലത് കേട്ടോ. ഓക്കെ, ഇതാ ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണേ. ഓക്കെ, ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഈ ഒരു പേപ്പറിന് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം ഒരു മടക്കുക, അതിനുശേഷം പിന്നെ ഒരു മടക്കുക. ഓക്കെ, ഇതാ നമുക്ക് അതേപോലെ തന്നെ തിരിച്ച് മടക്കി കൊടുക്കുക കേട്ടോ. 2 പ്രാവശ്യം മടക്കി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അമർത്തിയിട്ട് വേണം കേട്ടോ തുറന്ന് നോക്കാൻ. ഓക്കെ, ഇതാ ഇനി നമുക്ക് ഇതേപോലെ അടയാളം കൊടുത്തേ പോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നല്ല ഒന്ന് നീറ്റിൽ കെട്ടാനായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഇനി നമുക്ക് പശയൊക്കെ ഒന്ന് തേച്ച് ഒട്ടിച്ചു കൊടുക്കേ. ഓക്കെ, ഇതാ നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറം സൈഡ് ഒട്ടിച്ച പോലെ തന്നെ ഇങ്ങേ സൈഡ് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതാ ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെയ്യാം, ഒന്നും പാടി നല്ലത് കേട്ടോ. ഓക്കെ, ഇത് ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇതാ അപ്പം നമ്മൾ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.